Good morning, everyone. Good morning, ma'am. Good morning. Okay, so how are you all? Gana. No, ma'am. No, ഇത് ചേച്ചി പനിയൊന്നും വിട്ടുമാറിയില്ല. ഓക്കെ നിഷ. നമുക്കത് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് കുഡ് ഹാവ് എക്സ്പ്രഷൻ ആണ് അല്ലെ, അവിടെ വരെയാണ് നമ്മൾ എത്തിയത്. സോ ഇത് കണ്ടിന്യൂ ചെയ്യാം എല്ലാവരും. ഓക്കെ, സോ നെക്സ്റ്റ് എക്സ്പ്രഷൻ ഈസ് കുഡ് ഹാവ്. കുഡ് ഹാവ് നമ്മൾ കഴിഞ്ഞു. കുഡ് ഹാവിന്റെ നെഗറ്റീവ് പറഞ്ഞു അല്ലെ. കുഡ് ഹാവ്, കുഡിന്റെ ഹാവ് രണ്ടും പറഞ്ഞിരുന്നു. ഇനി നെക്സ്റ്റ് ഗുഡ് ഹാവ് ആണ്. ഗുഡ് ഓക്കെ. ഗുഡ് ഹാവ് മീൻസ് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു എന്നൊരു മീനിങ്ങിലാണ്. വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. സ്ട്രക്ചർ വരുന്നത് സബ്ജക്ട് പ്ലസ് വുഡ് ഹാവ് പ്ലസ് V3. Subject plus would have plus V3. I would have practiced like that. I would have practiced like that. എനിക്ക് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാമായിരുന്നു. I would have practiced V3 form ആണ്. I would have practiced like that. I would have practiced like that. Next, I would have been a police officer. I would have been a police officer. I would have been a police officer. എനിക്ക് വേണമെങ്കിൽ പോലീസ് ഓഫീസർ ആകാമായിരുന്നു എന്നൊരു മീനിങ്ങിലാണ് പറയുന്നത്. I would have been a police officer. ഓക്കെ, അപ്പൊ വേണമെങ്കിൽ അങ്ങനെ ആകാമായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊരു മീനിങ്ങിലാണ് നമ്മുടെ കുഡ് ഹാവ് എക്സ്പ്രഷൻ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? എഴുതി കഴിഞ്ഞു? യെസ്. നെക്സ്റ്റ് ഫീൽ ലൈക്ക്. ഫീൽ ലൈക്ക് പ്ലസ് സബ്ജക്ട് പ്ലസ് feel like plus verb plus ing. Feel ആണ്. Feel like. Subject plus feel like plus verb ing. Okay. Feel like means അങ്ങനെ ചെയ്താൽ കൊള്ളാമെന്നുണ്ട് എന്നൊരു മീനിങ്ങിലാണ്. അങ്ങനെ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. എനിക്ക് ഡാൻസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഐ ഫീൽ ലൈക്ക് ഡാൻസിങ് എന്ന് പറയാം. ഐ ഫീൽ ലൈക്ക് ഡാൻസിങ്. എനിക്ക് ഡാൻസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഐ ഫീൽ ലൈക്ക് ഡാൻസിങ്. ഓക്കെ, ഇനിയിപ്പോ പാട്ടാണെങ്കിലോ, പാട്ട് പാടാൻ എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പാട്ട് പാടിയാൽ കൊള്ളാമെന്നുണ്ട്, ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഐ ഫീൽ ലൈക്ക് സിംഗിങ്. ഐ ഫീൽ ലൈക്ക് സിംഗിങ്. ഓക്കെ, അപ്പൊ ഈ ഒരു മീനിങ്ങിലാണ് ഫീൽ ലൈക്ക് എന്ന് പറയുന്നത്. പക്ഷെ ഇത് ടെമ്പററി ആണ്. ആ ടൈമിൽ തോന്നുന്ന കാര്യമാണ്. പെർമനന്റ് ആണ്. ആ ടൈമിൽ നിങ്ങൾക്ക് തോന്നുന്ന കാര്യമാണത്. അതിനെയാണ് നമുക്ക് ഫീൽ ലൈക്ക് എന്ന ഒരു എക്സ്പ്രഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ,
So the next one is subject plus remember plus verb ing. Subject plus remember. അങ്ങനെ ചെയ്തതായിട്ടോ പ്രവർത്തിച്ചതായിട്ടോ ഓർക്കുന്നു എന്ന് പറയാനാണ്. അങ്ങനെ ചെയ്തതായിട്ടോ പ്രവർത്തിച്ചതായിട്ടോ ഓർക്കുന്നു. ആ ഒരു മീനിങ്ങിലാണ് റിമെമ്പർ എന്ന് പറയുന്നത്. അറിയാലോ, റിമെമ്പർ മീനിങ് എല്ലാവർക്കും അറിയാലോ. ഓക്കെ, സോ എക്സാമ്പിൾ എഴുതാം. I remember seeing you somewhere. I remember seeing you. Seeing ആണ് ing ഉണ്ട്, വെർബിനെ കൂടെ ing ഉണ്ട്. Seeing you somewhere. എവിടെയോ നിന്നെ കണ്ടതായി എനിക്ക് ഓർമ്മയുണ്ട് അല്ലെ, എവിടെയോ നിന്നെ കണ്ടതായി ഞാൻ ഓർക്കുന്നു എന്നൊരു മീനിങ് ആണ് അല്ലെ. അടുത്ത എഴുതാ, I remember hearing this song once. ഒരിക്കലും എവിടെയോ പാട്ട് കേട്ടതായി ഞാൻ ഓർക്കുന്നു. ഒരിക്കലും ഈ പാട്ട് ഞാൻ കേട്ടതായി ഓർക്കുന്നു. I remember hearing this song once. ഇനി ഇതിന്റെ നെഗറ്റീവ് വേണമെങ്കിൽ നമുക്ക് പറയാം. I don't remember staying with him. ഞാൻ അവനോടൊപ്പം സ്റ്റേ ചെയ്ത് എനിക്ക് അങ്ങനെ ഓർക്കുന്നില്ല. അങ്ങനെ നെഗറ്റീവ് നമുക്കിവിടെ പറയാം. ഓക്കെ, കഴിഞ്ഞല്ലോ. അടുത്ത എഴുതാം, subject plus is am are plus subject plus is am are plus verb used to plus verb ing. Subject plus is am are plus used to plus verb ing. ഞാൻ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ടേ, നോക്കി എഴുതാം. I'm used to working hard. ഇവിടെ മീനിങ് വരുന്നത് അങ്ങനെ ചെയ്ത് പരിചയം ഉണ്ടെന്നാണ്. അങ്ങനെ ചെയ്ത് പരിചയമുണ്ട്. I'm used to working hard. ഞാൻ എനിക്ക് ഹാർഡ് വർക്ക് ചെയ്ത് പരിചയമുണ്ട്. They are used to getting out early. ഇവർക്ക് നേരത്തെ എണീറ്റ് ശീലമുണ്ട്, പരിചയമുണ്ട്. ഓക്കെ, അപ്പൊ പരിചയമുണ്ട് എന്നൊരു മീനിങ്ങിലാണ് നമുക്ക് യൂസ് ടു വരുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ ഇത്രയും എക്സ്പ്രഷൻസ് എല്ലാം പറഞ്ഞത് വെർബ് വെച്ചിട്ടാണ് അല്ലെ. ഓരോ വെർബ് വെച്ചിട്ടാണ് നമ്മൾ ഈ കാണുന്ന എല്ലാ എക്സ്പ്രഷനും പറഞ്ഞിട്ടുള്ളത്. സബ്ജക്റ്റിന്റെ കൂടെ എപ്പോഴും വെർബ് ഉണ്ടായിരുന്നു അല്ലെ. വെർബ് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ എക്സ്പ്രഷനും ഇതുവരെ പറഞ്ഞ എല്ലാ എക്സ്പ്രഷനും വെർബ് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് അഡ്ജക്റ്റീവ് വെച്ചിട്ട് നമുക്ക് ഈ എക്സ്പ്രഷൻസ് പറയാം. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ആണെങ്കിൽ സബ്ജക്ട് പ്ലസ് look plus adjective. Subject plus look plus adjective. അതായത് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു എന്നൊരു മീനിങ് ആണ്. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു, ഒരു അപ്പിയറൻസ് ആണ് ഉദ്ദേശിക്കുക. അതായത് നമുക്കൊരാളെ കണ്ടിട്ട് എനിക്ക് അവനെ കണ്ടാൽ തോന്നുന്നു എന്ന് പറയും. എങ്ങനെയാ, യു ലുക്ക് ടയേർഡ്. എനിക്ക് അവനെ കണ്ടിട്ട് കുറച്ച് ടയേർഡ് ആയിട്ട് തോന്നുന്നു. യു ലുക്ക് ടയേർഡ്. അല്ലെങ്കിൽ ഇറ്റ് ലുക്സ് ഓൾഡ്, കുറച്ച് ഓൾഡ് ആയിട്ട് തോന്നുന്നു.
എന്തെങ്കിലും കൺഫ്യൂസ്ഡ് ആയെന്ന് തോന്നുന്നു അറിയില്ലേ. അപ്പൊ ഇതെല്ലാം നമ്മുടെ അപ്പിയറൻസ് വൈസ് ആണ്. അപ്പിയറൻസ് മീൻസ് നമ്മുടെ ആ ഒരു ബോഡി ലാംഗ്വേജോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്ന കാര്യമാണ്. ഒരാളെ കുറിച്ചിട്ടായിട്ട് നമ്മൾ പറയാം. ഓക്കെ, അപ്പോ എക്സാമ്പിൾ ചെയ്താൽ they look confused, you look tired, it looks odd, it looks all. ഇവിടെ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ലുക്സും പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ ലുക്കും ആണ് വരാം. ഓക്കെ, അപ്പോ വെർബ് ഇല്ല ഇവിടെ എന്താണ് അഡ്ജക്റ്റീവ് ആണ് നമ്മൾ യൂസ് ചെയ്തത്. അഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അഡ്ജക്റ്റീവിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ വെച്ചാൽ അഡ്ജക്റ്റീവ് എന്താണ്, അവർ നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ് അല്ലെ. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഒരാളെ കണ്ടിട്ട് നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. ആള് ബ്യൂട്ടിഫുൾ ആണെന്ന് പറയാം അല്ലെ, അഗ്ലി ആണെന്ന് പറയാം, ഡേർട്ടി ആണെന്ന് പറയാം, ഗുഡ് ആണെന്ന് പറയാം, എന്തെല്ലാം കാര്യങ്ങൾ പറയാം. അപ്പൊ അതെല്ലാം എന്താണ് അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇതും ഒരു അഡ്ജക്റ്റീവ് തന്നെയാണ്. സീൻ, നമ്മൾ സീൻ നേരത്തെ യൂസ് ചെയ്തു, അത് വെർബിന്റെ കൂടെയാണ്. അഞ്ജലി ക്ലാസ് മിസ്സായെങ്കിൽ റെക്കോർഡ് ക്ലാസ് കാണണോട്ടോ. നമ്മൾ കണ്ടിന്യൂഷൻ ആണ്, അതായത് ഓരോ എക്സ്പ്രഷൻസ് ആണ് പഠിപ്പിക്കുന്നത്, ഓരോ സെന്റൻസ് ആണ് നമ്മൾ എക്സ്പ്രഷൻസ് എന്നാ പറയാറ്. ആ എക്സ്പ്രഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഇംഗ്ലീഷ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, കുറച്ച് സെന്റൻസ് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും, സംസാരിക്കാൻ പറ്റും. അപ്പൊ ഒരുപാട് എക്സ്പ്രഷൻസ് നമ്മൾ കഴിഞ്ഞു. മാക്സിമം റെക്കോർഡ് ക്ലാസ് കണ്ടിട്ട് നോട്ട് ചെയ്താൽ നോക്കാം. ഓക്കെ, കുറച്ച് യൂസ്ഫുൾ ആണ്. നമ്മളെ ഗ്രാമറിനേക്കാളും കുറച്ചുകൂടെ സിമ്പിള് ഈ എക്സ്പ്രഷൻ പഠിച്ചാല് നമുക്ക് കുറച്ചെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഓക്കെ, ഓക്കെ, ഇറ്റ്സ് ഓക്കെ അഞ്ജലി. സോ റെക്കോർഡ് ക്ലാസ് കാണാം. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. അടുത്ത ക്ലാസ്സിലോ ഇനിയിപ്പോ കൂടി വന്ന നെക്സ്റ്റ് വീക്കും കൂടെ ഉണ്ടാവുകയുള്ളൂ ക്ലാസ്. സോ മാക്സിമം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാൻ നോക്കുക കേട്ടോ. സോ അടുത്തൊരു എക്സ്പ്രഷൻ കൂടെ എഴുതാം. സബ്ജക്ട് പ്ലസ് സീം പ്ലസ് അഡ്ജക്റ്റീവ് ആണ്. സബ്ജക്ട് പ്ലസ് സീം പ്ലസ് അഡ്ജക്റ്റീവ്. ഇതും അങ്ങനെ തോന്നുന്നു എന്നൊരു മീനിങ് ആണ് വരാം. അങ്ങനെ തോന്നുന്നു, അവിടെ നമ്മൾ പറഞ്ഞത് ഒരു അപ്പിയറൻസ് കണ്ട ഒരാളെ കണ്ടിട്ട് തോന്നുന്നതാണ്. ഇതങ്ങനെയല്ല. ഇവിടെ വ്യത്യാസം എന്ന് പറഞ്ഞാല് the problem seems much complicated, ആ പ്രോബ്ലം കോംപ്ലിക്കേറ്റഡ് ആയി എന്ന് തോന്നുന്നു എന്ന് പറയും. അപ്പൊ ഇവിടെ സിറ്റുവേഷനെയാണ് നമ്മൾ പറയാ. മനസ്സിലായോ? ഒരു വ്യക്തിയെ കണ്ടിട്ടാണെങ്കിലും ആ രീതിയിൽ നമ്മുടെ സീൻ പറയാം. ലുക്കിന് പകരം സീൻ യൂസ് ചെയ്തുകൊണ്ട് മിസ്റ്റേക്ക് ഒന്നുമില്ല. ഇവിടെ നമുക്ക് എന്തും പറയാം. ഒരു നൗൺ ആണെങ്കിൽ നൗണിനെ കുറിച്ചും പറയാം, സിറ്റുവേഷനെ കുറിച്ചും പറയാം. എന്തിനെ കുറിച്ച് നമുക്ക് ഈ സീം എന്ന് പറയുന്ന എക്സ്പ്രഷൻ വെച്ചിട്ട് നമുക്ക് പറയാവുന്നതാണ്. മലയാളം മീനിങ് വരുന്നത് അങ്ങനെ തോന്നുന്നു എന്നാണ്. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ എഴുതാം. The problem seems much complicated. The problem seems much complicated. Okay. Next. She seems well read and widely traveled. She seems well read and widely traveled.
Okay, and just wait. Okay, അപ്പോൾ she seems worried and widely traveled. അവിടെ കണ്ടാല് അങ്ങനെ തോന്നുന്നു, നന്നായിട്ട് വായിക്കുന്നതും അത്യാവശ്യം ട്രാവൽ ചെയ്യുന്ന ഒരു ആളായിട്ട് നമുക്ക് തോന്നുന്നു എന്നൊരു മീനിങ്ങിലാണ് വരാം. അപ്പോ സീം പ്ലസ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് അങ്ങനെ തോന്നുന്നു. ഓക്കെ, ഒരു മീനിങ് ആണ്. ഇനി നെക്സ്റ്റ് ഫീൽ പ്ലസ് അഡ്ജക്റ്റീവ്, സെയിം സബ്ജക്ട് പ്ലസ് ഫീൽ പ്ലസ് adjective, subject plus feel plus adjective. അതും നമുക്ക് നമ്മുടെ മെന്റലി എന്താണ് നമുക്ക് ഒരു ടൈമിൽ ഉണ്ടാകുന്ന മെന്റൽ ഇഷ്യൂസ്, ആ ഒരു മെന്റലി സിറ്റുവേഷൻസ്, ആ ഒരു അവസ്ഥയെ കുറിച്ചിട്ടാണ് പറയാ. എനിക്ക് അങ്ങനെ തോന്നുന്നു, എനിക്ക് അങ്ങനെ തോന്നുന്നു, അല്ലെങ്കിൽ അവരങ്ങനെ തോന്നുന്നു. കുറച്ച് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ഫീൽ ടൈർഡ് പറയാം, എനിക്കങ്ങനെ കുറച്ച് ടയർഡായിട്ട് തോന്നുന്നു, ഐ ഫീൽ ടൈർഡ് പറയാം. ദേ ഫീൽ ഡിസ്സാറ്റിസ്ഫൈഡ് പറയാം, ദേ ഫീൽ ഡിസ്സാറ്റിസ്ഫൈഡ്. Then he feels suffocate എന്ന് പറയാം, he feels suffocate, he feels suffocate. Okay. Okay, he feels suffocated. ഇത് കുറച്ച് ത്രോട്ട് ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, he feels suffocated എന്ന് പറയാം, ഡിസ്കംഫർട്ടബിൾ ആണ്. ഓക്കെ, അപ്പോ he feels suffocated. പിന്നെ yeah, I feel hungry പറയാം. ഓക്കെ, അപ്പൊ ഈ രീതിയിലൊക്കെ നമുക്ക് എന്താണ് ഈ പറയുന്ന ഈ എക്സ്പ്രഷൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, യാ. ഇനി നെക്സ്റ്റ് that much, that much plus adjective, that much plus adjective. അതായത് അത്രയ്ക്കും എന്നൊരു മീനിങ് ആണ് that much. ഇപ്പോ ഇവിടെ നമുക്ക് ലുക്ക് ആണെന്ന് പറയാം, she that much beautiful. മനസ്സിലായോ? she that much, she is that much beautiful പറയാം, he is that much handsome പറയാം, that much. അപ്പൊ that പറഞ്ഞാൽ കുഴപ്പമില്ല, he is that handsome, it's that much boring, it's not that rich. മനസ്സിലായോ? that എന്ന് പറഞ്ഞാലും that much എന്ന് പറഞ്ഞാലും സെയിം മീനിങ് തന്നെയാ പറയാ. നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ?
Yes. Clear. Next, let's have. നമ്മൾ ഇത്രയും പറഞ്ഞത് adjective ആണ്. ഇനി നമുക്ക് noun നെ കുറിച്ച് പറയാം. Noun. അപ്പോ അടുത്തൊരു എക്സ്പ്രഷൻ ഇതാ. Let's have plus noun. Let's have plus noun. Let's have plus noun. അതായത് ഇപ്പോ let's have a cup of tea എന്ന് പറയില്ലേ, അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന noun ആണ്. Let's have a cup of tea. Then let's have a glass of water. Let's have a glass of water. Let's have a cup of tea. Let's have a glass of water. So ഈ രീതിയിലൊക്കെയാണ് നമ്മൾ let's have യൂസ് ചെയ്യേണ്ടത്. Next, can have plus noun. Can have plus noun. ഇത് വേണമെങ്കിൽ ആവാം എന്നൊരു മീനിങ് ആണ്. വേണമെങ്കിൽ ആവാം. Subject plus can have plus noun. വേണമെങ്കിൽ ആവാം. We can have a cup of tea. വേണമെങ്കിൽ ചായ കുടിക്കാം. We can have a cup of tea. We can have a cup of tea. We can have a cup of tea. Then she can have a job in my firm. She can have a job in my firm. Okay. Next, subject plus should have plus noun. ആവശ്യമാണ് അങ്ങനെ മീനിങ്ങിലാണ്. You should have an aim. You should have an aim. ഇതിന് aim ആവശ്യമാണ്. You should have an aim. You should have a good leader. You should have some manners. You should have some manners. Next era must have plus noun. ഇത് നിർബന്ധമായി എന്നാണ്. Subject plus must have plus noun. You must have a cup of tea. We must have a good leader. We must have a good library.
നെക്സ്റ്റ് ഏതാ? ലുക്ക് ലൈക്ക് പ്ലസ് നൗൺ. മറ്റൊന്നിനോട് സാദൃശ്യം തോന്നുന്നു എന്നാണ്. മറ്റൊന്നിനോട് സാദൃശ്യം തോന്നുന്നു. You look like a film star. Now you look like a man of 60 years old. Sometimes you look like a fool. Sometimes you look like a fool. Okay. Next one. Sound like plus noun. Subject plus sound like plus noun. ഒരു നമ്മൾ സംസാരിക്കുന്ന ആ ഒരു രീതി കേട്ടിട്ട് അങ്ങനെ തോന്നുന്നു എന്നൊരു മീനിങ് ആണ്. സംസാരിക്കുന്ന ആ ഒരു രീതി കേട്ടിട്ട് ഒരു സംസാര ശൈലി കേട്ടിട്ട് അങ്ങനെ തോന്നുന്നു എന്നൊരു മീനിങ്ങിലാണ് വരാം. You sound like a miser. Miser means പിശുക്കൻ എന്നൊരു മീനിങ് ആണ്. Then he sounds like a frog. He sounds like a frog. ഇവിടെ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സൗണ്ട്സും ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ സൗണ്ടും ആണ് വരാം കേട്ടോ. Next, subject plus seem to be plus noun. ഇത് സെയിം അത് തന്നെയാണ്. മറ്റൊന്നിനോട് സാദൃശ്യം തോന്നുന്നു ആ ഒരു രീതി തന്നെയാണ് നമ്മൾ ഇവിടെ വരാം. അപ്പോ എഴുതാ He seems to be a man of strong caliber. It seems to be religious precision. Next, they seem to be experts in this profession. Okay, they seem to be experts in this profession. Experts are expert alla experts. So the last one is subject plus, has or have plus, has or have been plus noun. Subject plus has or have been plus noun. ഇത് പാസ്റ്റിൽ തുടങ്ങിയിട്ട് ഇപ്പോഴും അങ്ങനെ ആയിരിക്കുന്നു എന്നൊരു മീനിങ്ങിലാണ് വരാം. പാസ്റ്റിൽ തുടങ്ങി ഇപ്പോഴും അങ്ങനെ ആയിരിക്കുന്നു എന്നൊരു മീനിങ്ങിലാണ് വരാം. അതായത് we have been close friends since our childhood. നിങ്ങൾ ചെറുപ്പം മുതലേ നിങ്ങളുടെ ഫ്രണ്ട്സ് ആണ്. ഫ്രണ്ട്സ് ആണ് ഇപ്പോഴും ആണ് ആ ഒരു മീനിങ്ങിലാണ് വരാം.
We have been close. We have been a close friends. Close friend since our childhood. We have been close friends since our childhood. Next, it has been with us for a long period. He has been with us for a long period. Next, you have never been confident in your work. നമുക്കിവിടെ നെഗറ്റീവും പറയാം, ഇതിന് പോസിറ്റീവ് ആണ് പറഞ്ഞപ്പോൾ നെഗറ്റീവും പറയാം. You have never been confident in your work. Okay, so ഇന്ന് കുറച്ചധികം എക്സ്പ്രഷൻസ് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഓക്കെ, സോ ഇത് വെച്ചിട്ട് എല്ലാവരും എക്സാമ്പിൾസ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നോക്കി എല്ലാവരും കേട്ടോ, മാക്സിമം എക്സാമ്പിൾസ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം, എന്നിട്ട് എഴുതാം. ഇപ്പൊ ഇന്നെടുത്ത് എന്തൊക്കെയാണോ അത് വെച്ചിട്ട് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാം, പറയാൻ പറ്റുന്ന പറയാം. ഇനി അത് അഥവാ അങ്ങനെ പറയുമ്പോഴത്തെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റ് ഓക്കെ ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. സോ മാക്സിമം ക്രിയേറ്റ് ചെയ്യാം കേട്ടോ, എക്സാമ്പിൾസ് മേക്ക് ചെയ്യാം. ഓക്കെ, ഓക്കെ, എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യും എല്ലാവരും. എന്താണ് റെസ്പോൺസ് ഇല്ലാതെ? മനസ്സിലായോ? ഒന്നെടുത്ത് മനസ്സിലായോ? ക്ലിയർ ആണോ? എക്സ്പ്രഷൻസ് ഇപ്പോ ഇത്രയും ക്ലാസ് കൊണ്ട് നമ്മൾ എക്സ്പ്രഷൻ കുറച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ എക്സ്പ്രഷന്റെ ആവശ്യമില്ല, ഏകദേശം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
അനിഷ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് അയക്കൂ. സബീന, ഷമീന, എല്ലാവരും കുറച്ചൊക്കെ ടെക്സ്റ്റ് ചെയ്യാം. പറയുന്നവർക്ക് പറയാം. ഓക്കെ നിഷ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലല്ല, നമ്മൾ ഇതിക്ക് മുൻപ് കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതിയിരുന്നു. ഓർക്കുന്നുണ്ടോ നിങ്ങള്? നമ്മൾ ഡെയിലി സെന്റൻസിന്റെ കൂടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിരുന്നു. അതായത് ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് വെയർ, വൈ, വാട്ട് ഒക്കെ വെച്ചിട്ട് ചെയ്തിരുന്നു. അതില് നമ്മള് വെയർ വെച്ച് പറഞ്ഞു അല്ലെ, വാട്ട് വെച്ച് പറഞ്ഞു. പറഞ്ഞോ? ഓർക്കുന്നുണ്ടോ നിങ്ങള്? സബീന ഓർക്കുന്നുണ്ടോ? അതിൽ വാട്ടും ഐ തിങ്ക് വാട്ട് വെയർ ഇത് രണ്ടും കംപ്ലീറ്റ് ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെ, എക്സ്പ്രഷൻസിലാണോ? എക്സ്പ്രഷൻസ് അല്ല, നമ്മൾ ഡെയിലി സെന്റൻസ് കുറച്ച് എഴുതിയതില്ലേ? ഡെയിലി സെന്റൻസ്, പിന്നെ വൊക്കാബുലറി, V1 V2 V3 ഫോം, ഇതെല്ലാം നമ്മൾ നോട്ട് എഴുതിയിരുന്നു. ആ ടൈമിൽ ഞാൻ ക്വസ്റ്റ്യൻസ് പറഞ്ഞിരുന്നു. വെയർ വെച്ചിട്ടും വാട്ട് വെച്ചിട്ടും ക്വസ്റ്റ്യൻസ് പറഞ്ഞിരുന്നു. എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാ, അപ്പൊ ആ രീതിയിൽ മോഡലൊക്കെയാണ് അതിലുണ്ടായിരുന്നത്. അതിൽ വെയറും വാട്ടും കംപ്ലീറ്റ് ആയെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെന്നെ വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാം. കുറച്ച് ക്വസ്റ്റ്യൻ വേർഡ്സ് ഉണ്ടല്ലോ, പെന്നുണ്ട്, വൈ ഉണ്ട്, വിച്ച് ഉണ്ട്. ഇപ്പോ എക്സാമ്പിള്, ഇപ്പോ പെൻ വെച്ചിട്ടാണെങ്കിൽ ഇപ്പൊ നിന്റെ സഹോദരൻ എപ്പോഴാണ് തിരിച്ചു വരുന്നത്, നിന്റെ ബ്രദർ എപ്പോഴാണ് തിരിച്ചു വരുന്നത് എന്ന് ചോദിക്കണം. അപ്പൊ എപ്പോഴാണ് എന്ന് ചോദിക്കുന്നത് വെൻ ആണ് അല്ലെ. വെൻ ഈസ് യുവർ ബ്രദർ കമ്മിങ് ബാക്ക്, വെൻ ഈസ് യുവർ ബ്രദർ കമ്മിങ് ബാക്ക് എന്നാണ് വരാം. അപ്പൊ ഇതേപോലെ പെൻ വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്കത് എഴുതിയാലോ? ഓക്കെ, അതിന്റെ മലയാളം എഴുതണം, ഇംഗ്ലീഷ് എഴുതണം കേട്ടോ. ഫസ്റ്റ് എഴുതിക്കോളൂ. When is your brother coming back? When is your brother coming back? When is your brother coming back? Meaning, നിന്റെ ബ്രദർ എപ്പോഴാണ് തിരിച്ചു വരുന്നത്? ഇനി നീ എപ്പോഴാണ് വിദേശത്തേക്ക് പോകുന്നത് എന്നെങ്ങനെയാ ചോദിക്കുക? നീ എപ്പോഴാണ് അബ്രോഡ് പോകുന്നത്? When are you flying abroad? When are you flying abroad എന്നാണ് പറയുക. നീ എപ്പോഴാണ് അബ്രോഡ് പോകുന്നത്? When are you flying abroad? When are you flying abroad? നീ എപ്പോഴാണ് അബ്രോഡ് പോകുന്നത്, വിദേശത്ത് പോകുന്നത്, വിദേശത്തേക്ക് പോകുന്നത്? When are you flying abroad? ഇനിയിപ്പോ നീ എപ്പോഴാണ് എണീക്കുന്നത് എങ്ങനെയാ ചോദിക്കുക? നീ എപ്പോഴാണ് എഴുന്നേൽക്കുന്നത്? When do you want to get up? When do you want to get up? നീ എപ്പോഴാണ് എഴുന്നേൽക്കേണ്ടത് എന്നാണ്. നീ എപ്പോഴാണ് എഴുന്നേൽക്കേണ്ടത് എന്നൊരു ചോദ്യമാണ് കേട്ടോ. എഴുന്നേൽക്കുന്നത് എന്നല്ല, നീ എപ്പോഴാണ് എഴുന്നേൽക്കേണ്ടത്. When do you want to get up? When do you want to get up? ഓക്കെ, ഇനി അപ്പൊ നമ്മൾ ചോദിക്കുകയാണ്, എറണാകുളത്തേക്കുള്ള അടുത്ത ബസ് എപ്പോഴാണ്? എറണാകുളത്തേക്കുള്ള അടുത്ത ബസ് എപ്പോഴാണ് എന്നെങ്ങനെയാ ചോദിക്കുക? When is the next bus to എറണാകുളം? 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 എപ്പോഴാണ് ഇത് സംഭവിച്ചത്? എപ്പോഴാണ് ഇത് സംഭവിച്ചത്?
When did it happen? When did it happen? When did it happen? എപ്പോഴാണ് സംഭവിച്ചത്? When did it happen? When did it happen? നീ സ്കൂളിലേക്ക് പോകുന്നത് എപ്പോഴാണ്? നീ എപ്പോഴാണ് സ്കൂളിലേക്ക് പോകുന്നത്? When do you go to school? When do you go to school? നീ എപ്പോഴാണ് സ്കൂളിലേക്ക് പോകുന്നത്? When do you go to school? നീ എപ്പോഴാണ് ഓഫീസിലേക്ക് പോകുന്നത്? When do you go to office? When do you go to office? When do you go to office? സ്കൂളിലേക്ക് എപ്പോഴാണ് പോകുന്നത്? When do you go to school? ഇനി അവളാണെങ്കിലോ, അവൾ എപ്പോഴാണ് സ്കൂൾ ഓഫീസിലേക്ക് പോകുന്നതെന്നാണെങ്കിലോ, when does he go to the office? Does ആണ്. നീ ആണെങ്കിൽ when do you go to school അല്ലെങ്കിൽ when do you go to office? ഇനി അവളാണെങ്കിൽ when does she go to the office? When does she go to office? ഓക്കെ, ഇനിയിപ്പോ ഒരു കാര്യം ക്ലിയർ ചെയ്യാൻ. ഇപ്പൊ നമ്മള് പറയാറുണ്ട് ഐ വെന്റ് ടു ഹോം. ഐ വെന്റ് ടു ഹോം എന്നും പറയും, ഐ വെന്റ് ടു ദ ഹോം എന്നും പറയും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇപ്പൊ ഐ വെന്റ് ടു ഓഫീസ് എന്നും പറയും, ഐ വെന്റ് ടു ദ ഓഫീസ് എന്നും പറയും. മനസ്സിലായോ? ഇത് രണ്ടും നമ്മൾ പറയാറുണ്ട്. ഐ വെന്റ് ടു ഓഫീസ്, ഐ വെന്റ് ടു ദ ഓഫീസ്. ഒരെണ്ണത്തിൽ ദ ആഡ് ചെയ്യും, ഒരെണ്ണത്തിൽ ദ ആഡ് ചെയ്യില്ല. എന്തുകൊണ്ടാണ് നമുക്ക് അറിയുന്നത്? ഐ വെന്റ് ടു ഓഫീസ് അല്ലെങ്കിൽ ഐ വെന്റ് ടു ദ ഓഫീസ്, രണ്ടിന്റെയും ഡിഫറൻസ് ആർക്കെങ്കിലും അറിയോ? അല്ല, അറിയില്ല എന്നാണോ അറിയാന്നാണോ എന്താ ഉദ്ദേശിക്കുന്നത്? അതിന്റെ റീസണേ, ഇപ്പോ ഐ വെന്റ് ടു ഓഫീസ് എന്ന് പറയുമ്പോ അത് എന്റെ ഓഫീസിലേക്കാണ് ഞാൻ പോയത്. ഐ വെന്റ് ടു ഓഫീസ് അതിന്റെ മീൻ വരുന്നത് ഐ വെന്റ് ടു മൈ ഓഫീസ് എന്നാണ്. ഞാൻ എന്റെ ഓഫീസിലേക്കാണ് പോയി, എന്റെ ഓഫീസിലേക്ക് പോയി. ഐ വെന്റ് ടു മൈ ഓഫീസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ വെന്റ് ടു ഓഫീസ്. അവിടെ ദാ ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം എന്റെ ഓഫീസിലേക്കാണ് പോയത് നമുക്ക് മീൻ ചെയ്യാൻ പറ്റും. അഥവാ ഐ വെന്റ് ടു ദ ഓഫീസ് എന്ന് പറയുമ്പോൾ അവിടെ ഏത് ഓഫീസാണ്? അത് ഏത് ഓഫീസ് വേണമെങ്കിലും ആകാം. പോസ്റ്റ് ഓഫീസ് ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബാങ്കിന്റെയോ അങ്ങനെ എന്തെങ്കിലും ഓഫീസ് ആകാം. മനസ്സിലായോ? അപ്പൊ ഏത് ഓഫീസാണ് നമുക്ക് അവിടെ അറിയാൻ പറ്റില്ല. ഏതോ ഒരു ഓഫീസിലേക്ക് പോയി, ഐ വെന്റ് ടു ദ ഓഫീസ്. അതുകൊണ്ടാണ് ഈ ദായും വിതൗട്ട് ദായും തമ്മിലുള്ള വ്യത്യാസം. ഐ വെന്റ് ടു ഓഫീസ് എന്ന് പറയുമ്പോൾ അത് എന്റെ ഓഫീസിലേക്കാണ് ഞാൻ പോയത്, ഞാൻ ജോലി ചെയ്യുന്ന എന്റെ ഓഫീസിലേക്കാണ് ഞാൻ പോയത്. ഐ വെന്റ് ടു ദ ഓഫീസ് എന്ന് പറയുമ്പോൾ ഏത് ഓഫീസിലേക്കാണെന്ന് അറിയില്ല, ഏതോ ഒരു ഓഫീസിലേക്ക്. ക്ലിയർ ആയോ? അപ്പോ ഐ എം ഗോയിങ് ടു ഹോം, ഐ എം ഗോയിങ് ടു ഹോം എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ വീട്ടിലേക്ക് പോയി, ഞാൻ എന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഐ എം ഗോയിങ് ടു ഹോം. ഐ എം ഗോയിങ് ടു ഹോം എന്നാണെങ്കിലോ ഏതോ ഒരു വീട്ടിലേക്ക് പോയി. മനസ്സിലായോ? ഞാൻ ഏതൊരു വീട്ടിലേക്ക് പോവുകയാണ്. സ്വന്തം എന്ന് പറയുന്നത് എന്തിലും നമുക്ക് ദ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്വന്തം അല്ല മറ്റെവിടേക്കോ പോകുകയാണെങ്കിൽ നമുക്ക് അവിടെ ദ ആഡ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയുള്ള വ്യത്യാസം, അല്ലാതെ വളരെ ഗ്രാമർ മിസ്റ്റേക്ക് കാര്യങ്ങളൊന്നും ഇതിൽ വരില്ല കേട്ടോ. അടുത്ത എഴുതാം. നീ എപ്പോഴാണ് ഉറങ്ങാൻ പോകുന്നത്? നീ എപ്പോഴാണ് ഉറങ്ങാൻ പോകുന്നത്? When do you go to bed? 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 നീ എപ്പോഴാണ് ഉറങ്ങാൻ പോകുന്നത്? എപ്പോഴാണ് നീ വീട്ടിലേക്ക് പോകുന്നത്? എപ്പോഴാണ് നീ വീട്ടിലേക്ക് പോകുന്നത്? When do you leave for home? When do you leave for home? When do you leave for home?
ഇനി നിന്നെ എപ്പോഴാണ് ഞാൻ കാണുന്നത്? ഇനി നിന്നെ ഞാൻ എപ്പോഴാണ് കാണുക? നിൽക്കില്ലേ? ഇനി നിന്നെ ഞാൻ എപ്പോഴാണ് കാണുക? When shall we see you again? When shall we see you again? ഇനി എപ്പോഴാണ് ഞങ്ങൾ നിന്നെ കാണാ എന്നാണ്. ഞങ്ങൾ നിന്നെ കാണാനാണ്. When shall we see you again? When shall we see you again? Okay. നീ എപ്പോഴാണ് ഇതിനെ കുറിച്ച് കേട്ടത്? നീ എപ്പോഴാണ് ഇതിനെ കുറിച്ച് കേട്ടത്? When did you hear about it? When did you hear about it? When did you hear about it? നീ എപ്പോഴാണ് ഇതിനെ കുറിച്ച് കേട്ടത്? ഇനി നിനക്ക് എപ്പോഴാണ് ഇവിടെ വരാൻ പറ്റ? നിനക്ക് എപ്പോഴാണ് ഇവിടെ വരാൻ പറ്റ? നിനക്ക് എപ്പോഴാണ് ഇവിടെ വരാൻ പറ്റ? When can you come here? When can you come here? നിനക്ക് എപ്പോഴാണ് ഇവിടെ വരാൻ പറ്റ? When can you come here? When can you come here? അവനെ എപ്പോൾ മുതലാണ് കാണാതായത്? അവനെ എപ്പോൾ മുതലാണ് കാണാതായത്? Since when has he been missing? Since when has he been missing? Since when has he been missing? അവനെ എപ്പോൾ മുതലാണ് കാണാതായത്? Since when has he been missing? Okay, എഴുതിയോ? യെസ്. അപ്പോ ഇത്രയാണ് വെൻ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അത് കുറച്ച് എക്സാമ്പിൾസ് മാത്രമേ തന്നിട്ടുള്ളൂ. ഓക്കെ, ഇനിയിപ്പോ വൈ വെച്ചിട്ടുണ്ട്. വൈ, ഹൂ, ഹൂസ്, ഇതെല്ലാം നമുക്ക് കവർ ചെയ്യണം. ഓക്കെ, ഞാൻ കോൺവെർസേഷൻ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ചെയ്തോ? നിഷയ്ക്ക് വയ്യാന്ന് പറഞ്ഞു. ചെയ്തോ സബീന? നിശ്ചയില്ലാതെ പിന്നെ ഞാൻ ആരോട് ചെയ്യാൻ? നിഷ എങ്ങനെയാണ്? എന്ത് പറയുന്നു നിഷ? നോക്കാം. ഇപ്പൊ നോക്കുന്നുണ്ടോ ഈ നാളെയാണോ? നിഷ പറയൂ. ഇപ്പൊ നോക്കുന്നുണ്ടോ അല്ലെങ്കിൽ നാളെയാണോ? ഇതിലും റിപ്ലൈ പറയൂ, റെസ്പോണ്ട് ചെയ്യൂ നിഷ. നാളെയാണോ? നാളെയാണ് സബീന, നാളെയാണേ. നമുക്ക് നോക്കാം. ഷമീന റെഡിയാണോ കോൺവെർസേഷന്? വയ്യാത്തോണ്ടാണ് എനിക്ക് മനസ്സിലായത്. ഷബീന, സോറി നിഷ. നോക്കൂ, പറ്റിയാൽ നമുക്ക് ചെയ്യാം. ഷമീന റെഡിയാണോ? കോൺവെർസേഷൻ റെഡിയാണോ? പ്രിപ്പയർ ചെയ്യോ? ഒരു കാര്യം ചെയ്യൂ, ഷമീന, സബീന, നിഷ, അവർ നിങ്ങൾ 3 പേര് കോൺവെർസേഷൻ റെഡി ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ നാളെ ആർക്കെങ്കിലും വെച്ചിട്ട് കോൺവെർസേഷൻ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? 3 പേര് ഓക്കെ ആണോ? യെസ്.
ഓക്കെ, അപ്പൊ നോക്കിയിട്ട് വാട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ, അതായത് നാളെ നമുക്കത് ഒന്ന് പ്രസന്റ് ചെയ്ത് നോക്കാം, സംസാരിച്ചു നോക്കാം. ഓക്കെ, സോ ദെൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ കഴിഞ്ഞാല് പോവാട്ട് ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് കുറച്ചല്ല, അത്യാവശ്യം കുറച്ച് ഇതെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇംഗ്ലീഷിന് വേണ്ട കുറെ കാര്യങ്ങൾ നമ്മൾ നോട്ടായാലും നമ്മൾ എഴുതിയിട്ടുണ്ട്. മാക്സിമം അത് ഫോളോ ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ, ഇതുവരെയും പഠിച്ചത് നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. അത്യാവശ്യം കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സംസാരിക്കാൻ ആരും റെഡി അല്ല. സോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം വേണ്ട എക്സ്പ്രഷൻ ആണെങ്കിലും ഡെയിലി സെന്റൻസ് ആണെങ്കിലും ഇതെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോ നമ്മള് വാട്ടർ, വിച്ച്, വെയർ ഇതൊക്കെ ഏകദേശം കഴിഞ്ഞു. വെൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ ഹൗ ഉണ്ട്, ഹൂ, വൈ ഇതിവിടെ കവർ ചെയ്തിട്ട് നമുക്ക് കോൺവെർസേഷനിലേക്ക് പോവാം. മേ ബി നെക്സ്റ്റ് ക്ലാസ്സോടുകൂടി നമുക്ക് കോൺവെർസേഷനിൽ കടക്കാം. അത്യാവശ്യം നമുക്ക് കോൺവെർസേഷന് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, എങ്ങനെയാണെന്ന് ചോദിക്കേണ്ടത്. ഓക്കെ, കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കത് കവർ ചെയ്യാം കേട്ടോ. കോൺവെർസേഷൻ ഞാൻ കൊണ്ടുവരണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് സ്ക്രീനിൽ പ്രസന്റ് ചെയ്യണോ, അപ്ലോഡ് ചെയ്യണോ, അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയെടുക്കോ? എന്താ ചെയ്യണ്ടേ? ഒരു കോൺവെർസേഷൻ പറയൂ, എഴുതിയെടുത്തോളോ? അല്ലെ സ്ക്രീനിൽ പ്രസന്റ് ചെയ്തിട്ട് നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കണം. എന്താ നോക്കാം. ആ ടൈമിൽ എന്താണോ ആ രീതിയിൽ നമുക്ക് നോക്കാം. ഓക്കെ, that's all. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. Let's find up today's class. Okay, so thank you all. See you on the next class. Okay, bye.